മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ ഓർഡിനേഷൻ സർവീസിൽ അതിൽ ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുകയും ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കുകയും പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒത്തിരി നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണുവാൻ ദൈവം സഹായിച്ചു. ഓൺലൈനിൽ കാണുന്നവരെയൊക്കെ നേരിട്ട് കണ്ടതിൽ സന്തോഷമുണ്ട്. അവർ കാണിച്ച സ്നേഹത്തിനും എല്ലാം വളരെ നന്ദിയുണ്ട്. ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, ചാപ്പൽ സർവീസിൽ പിന്നീട് പറഞ്ഞോളാം. നമ്മുടെ ക്ലാസ് എടുക്കേണ്ടത് ആവശ്യമാണല്ലോ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസ് എടുക്കുന്നു. അദ്ദേഹവും വളരെ ദൂരത്ത് നിന്ന് തലേ ദിവസം തന്നെ ടൂൾസയിൽ നിന്ന് യാത്ര ചെയ്ത് സ്നേഹിച്ച് വളരെ കഷ്ടത സഹിച്ച് തൻ്റെ മറ്റു പ്രോഗ്രാമുകളൊക്കെ മാറ്റി നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി കടന്നു വന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്, ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. പിതാവേ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ചേർന്ന് വരുന്നു. കർത്താവേ, പുതിയ ആഴ്ചപ്പെട്ട കാലം ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പഠിപ്പിക്കുന്ന കർത്തൃദാസനെ കർത്താവെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം ബലപ്പെടുത്തുമാറാകണം. ആരോഗ്യത്തോടെ, ബലത്തോടെ, ആയുസ്സോടെ പിന്നെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോളേജിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃകൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഓർഡിനറി സർവീസ് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്ന് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ് വളരെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ആയിരിക്കാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണം. കർത്താവിന്റെ നാമം ഞങ്ങൾ കൂടി മഹത്വം എടുക്കണം. പ്രാർത്ഥനയും യാതിനും കർത്താവ് കേട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. താങ്ക് യു പാസ്റ്റർ ജോയ് കുട്ടി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇവിടെ പകലാണ്, തിങ്കളാഴ്ച രാവിലെ. വളരെ സംഭവബഹുലമായ ഒരു വീക്കെൻഡ് ആയിരുന്നു ഈ വീക്കെൻഡ്. അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ ഇതിൽ കയറുവാനും കർത്താവ് എനിക്ക് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രൈസ് ഗാഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ എന്നുള്ള വിഷയമാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഗിവിങ് ഈസ് എ ഗ്രേസ്. അത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കാം. എന്നാൽ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഇവിടെ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് പാസ്റ്റർ ലാലു ജേക്കബിൻ്റെ ഓർഡിനേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫോട്ടോ അത് മാത്രമേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു 2-3 കൂടെ അയച്ചു തന്നേനെ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. വളരെ തിരക്കായ ഒരു വീക്കെൻഡ് ആയിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവിടെ പോകുവാനും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ സംബന്ധിക്കുവാനും കർത്താവ് ഇവിടെയാക്കി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അനേകർ വരികയും അതുപോലെ തന്നെ പാസ്റ്റർ ലാലു പറഞ്ഞതുപോലെ ഈ ഓൺലൈനിൽ കൂടെ കണ്ടിട്ടുള്ള പലരെയും അവിടെ വെച്ച് കാണുവാനും, പ്രത്യേകിച്ച് ഈ ദൈവവചനം വായിക്കുന്ന സിസ്റ്റർ മേഴ്സി ഫിലിപ്പിനെ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെടുവാനും, അതുപോലെ പലരും വന്ന് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇവിടെയായി തീർന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അധിക സമയം എടുക്കുന്നില്ല. ഇത് നിങ്ങൾക്കൊരു മുഖവരയായിട്ട് ഇങ്ങനെ ഒരു വലിയ ഒരു അനുഗ്രഹം കർത്താവ് ചെയ്തെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രിയ ലാലു
പാസ്റ്ററിനെ നമുക്കൊരു കൺഗ്രാറ്റുലേഷൻസ് പറയാം. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ മേഴ്സിയെയും ഞാൻ ഇങ്ങനെ സൂം മീറ്റിങ്ങൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ മുഖമായിട്ട് കാണാൻ സാധിച്ചില്ല. എന്നാൽ ആ കർത്തൃദാസിയെയും കണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടാനൊക്കെയും കർത്താവ് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഗാഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് വീണ്ടും ദൈവവചനത്തിലേക്ക് കടക്കാം. ഈ ശനിയാഴ്ച ചാപ്പലിന്റെ സർവീസിലോ എന്തെങ്കിലും കൂടുതലുള്ള വിവരങ്ങൾ ഇത് പാസ്റ്റർ ഷാജിയോ സംസാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ സിസ്റ്റർ ബിൻസി വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചതിന്റെ പുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്ക് ഉണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. മതി. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ എങ്ങനെയാണ് അവരുടെ ജീവിത രീതി, അവരുടെ കൊടുക്കുന്ന കാര്യത്തിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഇന്ന് ഈ ഭാഗത്തിൽ കൂടി ചില കാര്യങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഈ വിഷയം 1-2 ക്ലാസ്സുകൾ നമ്മൾ 2-3 ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നേക്കാം. എന്നാലും ഇന്ന് തുടർച്ചയായിട്ട് ആദ്യ നൂറ്റാണ്ടിലെ പുതിയ നിയമസഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ കൊടുക്കൽ എങ്ങനെയാണ് അവരെ കൊടുത്തിരുന്നത്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവജനങ്ങൾക്കും പ്രവർത്തനത്തിനും എങ്ങനായിരുന്നു അവരുടെ സമീപനം എന്ന് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 32-ാം വാക്യത്തിൽ now the multitude of those who believed were of one heart and one soul. Neither did anyone say that any of the things he possessed was his own, but they had all things in common. ആർക്കും ഉണ്ടായിരുന്ന വസ്തുവകകള് അവരെ എന്റേതാണ് എന്ന് പറഞ്ഞ് ഉള്ള ഒരു രീതിയിലല്ല ആദ്യ നൂറ്റാണ്ടിലെ സഭാജീവിതം. പ്രൈസ് ദി ലോർഡ്. അവർക്കെല്ലാം ഉണ്ടായിരുന്നത് പൊതുവായിട്ട് ഉള്ളതായിട്ട് അവർ കണക്ക് കൂട്ടി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ the multitude of those who believed were of one heart and one soul. Praise God. Sister 32-ാം വാക്യം ബെൻസി ഒന്നുകൂടെ വായിച്ചായിട്ട്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ഏകഹൃദയവും ഏക മനസ്സുമുള്ളവർക്ക് ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ്. അവർക്കുണ്ടായിരുന്ന എല്ലാം പൊതുവകയായിട്ട് അവർ കണക്ക് കൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവർക്ക് അവർക്കുണ്ടായിരുന്നതെല്ലാം ഏകമായിട്ട് പൊതുവായിട്ട് അവരെ കണക്ക് കൂട്ടി. അതായിരുന്നു ആ സഭയുടെ അവരുടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അവരുടെ സമീപനം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ല അവിടെ എഴുതിയിരിക്കുന്ന അതിൻ്റെ 33-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ വലിയ ദൈവകൃപ അവരുടെ മേലുണ്ടായിരുന്നു. സിസ്റ്റർ അതുങ്ങളൊന്ന് വായിച്ചാൽ ആ ഭാഗങ്ങളൊന്ന് വായിച്ചാൽ നിർത്തി വായിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ പുനരുദ്ധാനത്തിനു സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം, ഈ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൈവകൃപയാണ്. പ്രൈസ് ദി ലോർഡ്. അനേകർക്കും ലഭിക്കുവാൻ നമുക്ക് വളരെ വളരെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. ലഭിക്കുവാൻ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എന്തെങ്കിലും നമുക്ക് ലഭിക്കുമ്പോൾ സന്തോഷമാണ്. എന്നാൽ കൊടുക്കുന്നതിന് അത്രയും സന്തോഷം അനേകർ കാണാറില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വ്യത്യാസമാണ്. അവരിന്മേൽ വലിയ ദൈവകൃപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെയധികം കൊടുക്കുവാനും അവർക്കുള്ളതെല്ലാം എല്ലാവർക്കും കൂടിയാണെന്ന് ചിന്തിക്കുവാനും ആവശ്യം പോലെ അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ലഭ്യമാകുവാനും കൊടുക്കുവാനും ആദ്യ നൂറ്റാണ്ടിലെ സഭ വളരെ മുമ്പിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും അതിന്റെ 34-ാം വാക്യം മുതൽ ബെൻസി വീണ്ടും വായിച്ചാൽ നിർത്തി വായിക്കണേ. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. മുട്ടുള്ളവന് ആരും എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായ സാമ്പത്തികമായ പ്രയാസങ്ങളും അവരിൽ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. അതിന്റെ ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വസ്തുക്കള്, നിലങ്ങള്, വീടുകള്, അങ്ങനെയുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നവരൊക്കെയും അനേകര്, എല്ലാവരും ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അനേകരും അത് വിറ്റ്, പ്രൈസ് ദി ലോർഡ്, അത് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് അപ്പോസ്തലന്മാർ അത് ജനത്തിന് ആവശ്യമായിരിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പുതിയ നിയമസഭയില് നമ്മളെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത് പ്രത്യേകമായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ലൂക്കോസ് ഇത് എഴുതുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് എഴുതുന്ന ഒരു വിഷയമാണ്. ഇവിടെ പ്രബോധനപുത്രനായ കുപ്രോസുകാരനായിരിക്കുന്ന ബർന്നബാസിനെ കുറിച്ച് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊന്ന് വായിച്ചായിട്ട് 36, 37 വാക്യം. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊതുവായിട്ടുള്ള ജനത്തിന്റെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള സമീപനത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ദൈവാത്മാവ് ഒരു പ്രത്യേക വ്യക്തിയെ എടുത്ത് കാണിക്കുകയാണ്. നമുക്ക് ഒരു ഉദാഹരണമായിട്ട്, അദ്ദേഹം ഒരു ലേവ്യനായിരുന്നു. സൈപ്രസിൽ അല്ലെങ്കിൽ കുപ്രോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഐലൻഡിൽ, ഒരു ദ്വീപിൽ ജനിച്ച ഒരു യഹൂദനായിരുന്നു. എന്നാൽ സുവിശേഷം കേട്ട് താൻ മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിൻ്റെ ഒരു വിഷയം, എല്ലാവർക്കും പ്രബോധകനായ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ബർന്നബാസ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ എനിക്ക് പ്രബോധനപുത്രൻ എന്ന് പേരിട്ടതിൻ്റെ കാരണം, സൺ ഓഫ് എൻകറേജ്മെന്റ് എന്ന് അപ്പോസ്തലന്മാർ ഇദ്ദേഹത്തെ പേര് വിളിക്കാൻ കാരണം ഇദ്ദേഹം എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ഈ ബർന്നബാസ്, പ്രൈസ് ദി ലോർഡ്, എന്ന് പറയുന്ന ആ സഹോദരൻ, ആ വിശ്വാസി, അവൻ എല്ലാവർക്കും ഒരു ഉത്തേജകം ആകേണ്ടതിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന് പലവിധമായ വേറെ നല്ല ഗുണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കാര്യത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു വിഷയമാണ് താന് ഹീസ് എ സൺ ഓഫ് എൻകറേജ്മെന്റ്. അവൻ അനേകർക്ക് ഒരു സന്തോഷമായിരുന്നു, അനേകർക്ക് ഒരു ബലമായിരുന്നു, അനേകരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് ഒരു മാതൃകാ പുരുഷനായിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മാതൃകാ പുരുഷനായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം കൊടുക്കുന്നതിനുള്ള ദൈവകൃപ. ഇവിടെ എഴുതിക്കുന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടല്ലോ. അതിൻ്റെ 4-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ, ആൻഡ് ഗ്രേറ്റ് ഗ്രേസ് വാസ് അപ്പോൺ ദം ഓൾ. അവരുടെ മേലെല്ലാം വലിയ ദൈവകൃപ ഉണ്ടായിരുന്നു. ദൈവകൃപ ഉണ്ടെങ്കിലേ നമുക്ക് സമൃദ്ധിയായിട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊടുക്കുക എന്നുള്ളത് ഒരു ദൈവകൃപയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ
സഭയെപ്പോലെ, ഈ ആദ്യ നൂറ്റാണ്ടിലെ സഭയെപ്പോലെ ഈ കാര്യത്തിലും കൊടുക്കുന്ന കാര്യത്തിലും ഒരു വലിയ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള സകല വിശ്വാസികളുടെ എല്ലാം നമ്മൾ ഒരുമിച്ചെടുത്ത് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരുമിച്ച് ഇടുകയാണെങ്കിൽ അനേകർക്ക് ഇന്ന് യാതൊരുവിധമായ പ്രയാസവുമില്ലാതെ നമ്മുടെ സഭാജനങ്ങൾക്കെല്ലാം ജീവിക്കുവാനും സഭയ്ക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനത്തിന് ആവശ്യമായ കാര്യങ്ങളും നടക്കും എന്ന് നമുക്ക് ഈ വാക്യത്തിൽ കൂടെ കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം ഞാനൊരു പൊതുവായിട്ട് ഒരു മുഖവരയായിട്ട് പറഞ്ഞതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. ഇതുകൊണ്ട് കൊടുത്താൽ കിട്ടുമെന്നോ കൊടുത്താൽ നീ സമ്പന്നനാകുമെന്നോ അതൊന്നുമല്ല നമ്മുടെ ഇന്ന് രാത്രിയിലെ വിഷയം. നമ്മുടെ രാത്രിയിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദൈവസഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി, ദൈവസഭയുടെ കെട്ടുമണിക്ക് വേണ്ടി, ദൈവജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള വിഷയമാണ് നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ആദ്യകാല പുതിയ നിയമ സഭയുടെ അവസ്ഥയെ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു. അവരെ നിലങ്ങള്, വീടുകള് ഒക്കെയും കൊടുത്തു. പ്രബോധനപുത്രനായ ബർന്നബാസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആദ്യകാല പുതിയ നിയമ സഭ ധാരാളം ഔദാര്യം കാണിച്ച ഒരു സഭയാണ് എന്ന് നമ്മൾ ഇന്ന് രാത്രി വായിക്കാൻ സാധിച്ചു. ആദ്യമേ ഇപ്പം നമ്മൾ സംസാരിച്ചത് യെരുശലേമിലുള്ള സഭയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ സഭ, യെരുശലേം സഭ. ഇനിയും മാസിഡോണിയ സഭ, മക്കദോനിയ സഭയുടെ ദൈവകൃപ എന്തായിരുന്നു നമുക്ക് വായിക്കാൻ. കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള ദൈവകൃപ 2 കൊരിന്ത്യർ അതിൻ്റെ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങള് സിസ്റ്റർ മേഴ്സി ഫിലിപ്പ് വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. ഒന്ന് നിർത്തണേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന മോർ ഓവർ ബ്രദറൻ വി മേക്ക് നോൺ ടു യു ദ ഗ്രേസ് ഓഫ് ഗാഡ് bestowed on the churches of Macedonia. മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ എന്ത് കൃപയാണ് എന്നാണ് എൻ്റെ താഴത്തെ വാക്യത്തിൽ പറഞ്ഞത്. ദാറ്റ് ഇൻ ഗ്രേറ്റ് ട്രയൽ ഓഫ് അഫ്ലിക്ഷൻ the abundance of their joy and their deep poverty abounded in the richness of their liberality. Praise the Lord. ഇവിടെ മക്കദോനിയ സഭയുടെ ദൈവകൃപയിൽ ഒരു ദൈവകൃപയാണിത്. മക്കദോനിയ സഭയ്ക്ക് അനേക ദൈവകൃപകളുണ്ട്. അതിലൊരു ദൈവകൃപയാണ് എന്താണ്? അവരുടെ കഷ്ടതയുടെ അങ്ങേ മധ്യത്തിലായിരിക്കുമ്പോൾ ഭയങ്കരമായ പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇടയ്ക്ക് പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ വളരെ കഷ്ടതകളും ദാരിദ്ര്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവരെന്തോ ചെയ്തു? വളരെയധികം കൊടുക്കുവാനുള്ള ഒരു കൃപ അവരുടെ മേലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലരും വിചാരിക്കുന്നത് കൂടെ ഉള്ളവർക്ക് കൊടുക്കുക, ഇല്ലാത്തവർ കൊടുക്കത്തില്ല എന്നുള്ളതാണ്. എന്നാൽ മക്കദോനിയ സഭയിൽ നമ്മൾ കാണുന്നത് ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും കഷ്ടതയുടെ മധ്യത്തിലും അവർക്ക് കൊടുക്കുവാൻ വളരെയധികം താല്പര്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ സിസ്റ്റർ ഒന്നുകൂടെ വായിച്ചാൽ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും കഷ്ടതയുടെ കഠിന ശോധനയും മഹാദാരിദ്ര്യവും ഉണ്ടായിരുന്നിട്ടും വായിച്ചാട്ടെ. ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ധാരാളം ഔദാര്യം, വളരെ കഷ്ടതയുടെ അതിന്റെ മധ്യത്തിലും ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലായിരുന്നിട്ടൊക്കെയും ഔദാര്യം കാണിപ്പാൻ സഭയ്ക്ക് സാധിച്ചു. അതാണ് കൃപയെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. അതിനാണ് നമ്മുടെ ദൈവകൃപ എന്ന് പറയുന്നത്. കാരണം ദൈവകൃപ ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയത്ത് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇല്ലാത്ത സമയത്ത് എങ്ങനെങ്കിലും ഉള്ളത് നമ്മുടെ കൂടെ ഇരിക്കണമെന്നുള്ള ഒരു ചിന്താഗതിക്ക് പകരം
അവരുടെ കഷ്ടതയുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, അവരുടെ വേദനയുടെ മധ്യത്തിൽ, ദുഃഖങ്ങളുടെ മധ്യത്തിൽ, കഠിന ദാരിദ്ര്യത്തിന്റെ മധ്യത്തിൽ കൊടുക്കുവാൻ വളരെയധികം അവർ സന്തോഷിച്ചു. ഇനിയും വായിച്ചാൽ സിസ്റ്റർ. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. മതി, അതൊന്നുകൂടെ വായിച്ചാൽ, ഓരോ വാക്കുകളൊന്ന് വായിച്ചത്. എങ്ങനെ അവർ കൊടുത്തത്? പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി. ചിന്തിച്ച് നോക്കണേ. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അത് ഇരിക്കുന്നത് that we would receive the gift, praise the Lord, that I bear witness that according to their ability, yes, and beyond their ability, they were freely willing to give. അവരുടെ കഴിവിനനുസരിച്ചും കഴിവിനപ്പുറമായിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പം എങ്ങനെയാണ് നമ്മളുടെ കൊടുപ്പിന്റെ പിന്നെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? പ്രാപ്തി അനുസരിച്ചും പ്രാപ്തിക്ക് മീതെയും നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെയല്ല, ആരുടെ നിർബന്ധം കൊണ്ടും ആരുടെ പരിശ്രമം കൊണ്ടും നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ 10 പ്രാവശ്യം പറഞ്ഞിട്ടുമല്ല അവർ കൊടുത്ത. പിന്നെന്താണ്? സ്വമേധയായിട്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ സ്വമേധാദാനമായിട്ട്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഫ്രീലി വില്ലിങ് അവരുടെ കൊടുക്കുന്നതിന് അവരുടെ പ്രാപ്തിക്ക് അപ്പുറമായിട്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഈ ജീവിതത്തിലും ഇങ്ങനെ ഒരു കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കഴിവിനനുസരിച്ചും അതിനപ്പുറമായിട്ടും കൊടുക്കാനുള്ള ഒരു ദൈവ കൃപ, അത് മനസ്സ് നോകാതെ വേദനിക്കാതെ സന്തോഷമായിട്ട് കൊടുക്കാനുള്ള ഒരു ദൈവ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി അല്പസമയം ഒരു നിമിഷം എടുത്ത് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഈ മക്കദോനിയ സഭയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം, കൊടുക്കാനുള്ള ഒരു കൃപ, എൻ്റെ കഴിവിനപ്പുറമായിട്ടും ദൈവത്തെ സ്നേഹിച്ച് ദൈവ മക്കൾക്കും ദൈവനാമത്തിന്റെ പ്രവർത്തനത്തിനും വേണ്ടി, സഭകളുടെ പ്രവർത്തനത്തിനും വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഈ ദിവസങ്ങളായിട്ട് എൻ്റെ മേലെ മക്കദോനിയ സഭയിൽ സഭയുടെ മേൽ പകർന്ന പോലുള്ള വലിയൊരു ദൈവകൃപ എൻ്റെ മേലും കർത്താവെ പകരണമേ. ഇന്ന് രാത്രി കർത്താവെ, എന്നെ കേൾക്കുന്ന സകല വ്യക്തികളുടെ മേലും ഇന്ന് രാത്രി കൃപ പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. കൊടുക്കുന്നതിന് കൃപയ്ക്കനുസരിച്ച്, ഹല്ലേലൂയ, കഴിവിനും അനപ്പുറമായി കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിലായിട്ട് ദൈവസഭയെ നയിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ, കഴിവിനും അതിനപ്പുറമായിട്ട് കൊടുക്കുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വാക്യം വായിച്ചാട്ട് 5-ാമത്തെ വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുമ്പേ ഞങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനും ഒത്തവണ്ണം ഞങ്ങൾക്ക് മേൽപ്പിച്ചു. അവരെ ഞങ്ങൾ ഉദ്ദേശിച്ചതിന് വേറെ വ്യത്യാസമുണ്ട്. ആദ്യമേ ഇതൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ഇത് ഭൗതികമായ സംഭാവനകളാണെങ്കിലും അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു, അവരെ തന്നെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ആദ്യമേ അവർ ചെയ്ത് തങ്ങളെ തന്നെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല, തങ്ങൾക്കുള്ളതെല്ലാം കൊടുക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ടോട്ടൽ സറണ്ടർ. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യാൻ, എന്നെ പിൻഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തനിക്കുള്ളതെല്ലാം കൊടുത്തിട്ട് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കപ്പെട്ട മക്കദോനിയ സഭയിലെ ആ വിഷയം വളരെ അവർക്ക് മനസ്സിലായി. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയാൽ ഇനിയും തൻ്റെ ജീവിതമല്ല, തൻ്റെ ജീവിതം കർത്താവിൻ്റെ ജീവിതമായിട്ട് മാറി, തങ്ങൾക്കുള്ളതെല്ലാം കർത്താവിനുള്ളതായിട്ട് മാറിയ ഒരു അനുഭവത്തിലേക്കാണ് മക്കദോനിയ സഭ ആയിത്തീർന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കഷ്ടതയുടെ നടുവിലാണ്, വളരെയധികം പെർസിക്യൂഷന്റെ നടുവിലാണ്, മഹാദാരിദ്ര്യത്തിന്റെ നടുവിലാണ് അവർക്ക് കഴിയുന്നവരും അപ്പുറമായിട്ട് കൊടുത്തതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് അവരെ തന്നെ സമ്പൂർണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരുന്നു. കർത്താവിന് വേണ്ടി അവർ സമർപ്പിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി വായിച്ചാൽ സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്.
അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ആ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. ആ പ്രൈസ് അവിടെ ഒന്നിർത്തിങ്ങനെ അത് മലയാളത്തിൽ വായിക്കുമ്പോൾ അതിലൊരു വാക്ക് അത്ര വേണ്ടവണ്ണം പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: സോ വി urged Titus that as he had begun so he would also complete this grace. ഈ കൃപ നിങ്ങളും പൂർത്തീകരിക്കേണ്ടതിന് ആണ്. പ്രൈസ് അവിടെ ഈ കൊടുക്കുന്നതിന് ഒരു കൃപയായിട്ടാണ് പറയുന്നത്. ദിസ് ഗ്രേസ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ that he would also complete this grace in you as well. ഇനിയും ചെറിയ വാക്യം വായിച്ചാൽ: എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവീൻ. ഇവിടെ ഈ ഇംഗ്ലീഷിൽ ആ വാക്ക് ഗ്രേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ധർമ്മകാര്യമെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിന് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ, ന്യൂ കിങ് ജെയിംസ് വേർഷൻ വായിക്കുമ്പോൾ അവിടെ ആ കൃപ എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ബട്ട് ആസ് യു എബൗണ്ട് ഇൻ എവറിഥിങ്, നിങ്ങൾ എല്ലാത്തിലും വർദ്ധിച്ചു വരുന്നു എന്ന് അപ്പോസ്തലനോട് പറയുകയാണ്. എല്ലാ കാര്യത്തിലൊക്കെയാണ് വർദ്ധിച്ചു വരുന്നത്? വിശ്വാസം, വചനം, അറിവ്, നിങ്ങളുടെ ഡിലിജൻസ്, നിങ്ങളുടെ സ്നേഹം, ഇതിലെല്ലാം നിങ്ങൾ മക്കതോന്യ സഭയിലെ പ്രൈസ് ദി ലോർഡ് അവരുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ അപ്പോസ്തലൻ വിളിച്ച് കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ see that you abound in this grace also. നിങ്ങളെ വിശ്വാസം, സ്നേഹം, ജ്ഞാനം, പരിജ്ഞാനം, ദൈവവചനം എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വർദ്ധിച്ചു വന്നതുപോലെ തന്നെ ഇതിലും നിങ്ങൾ വർദ്ധിച്ചു വേണം. സി ഇൻ ദിസ് ഗ്രേസ് ഓൾസോ യു abound. ഇനി നിങ്ങൾ താഴോട്ട് നിങ്ങൾ സമയമുള്ളപ്പോൾ വായിച്ചു നമ്മളെ എൻ്റെ ഏറ്റവും വാക്യങ്ങൾ വേറൊരു ഭാഗം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ സംസാരിക്കാമെന്നാൽ നിങ്ങളെ കാണിച്ച ഒരു വിഷയം മക്കതോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ്? അവരിൽ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ദൈവവചനമുണ്ട്. ഈ വചനത്തോടുകൂടി തന്നെ ഹല്ലേലൂയ അവരിൽ ഉണ്ടായിരുന്ന ഒരു ദൈവകൃപയാണ് പ്രൈസ് ദി ലോർഡ് ഈ കൊടുക്കുന്ന കാര്യം, ധർമ്മകാര്യം. അത് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അപ്പോസ്തലൻ എഴുതുകയാണ്, നിങ്ങളിലും ഈ കൃപ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള സഭകൾക്ക്, ഇവിടെ ആയിരിക്കുന്ന എല്ലാ നമ്മുടെ ദൈവസഭകൾക്കും നിങ്ങൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ഈ കൃപ നിങ്ങളിലും വർദ്ധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ കർത്താവിനെ സ്തുതിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 2 സഭകളെ കുറിച്ച് പഠിച്ചു. യെരുശലേം സഭ, പിന്നെ മാസിഡോണിയ സഭ. ഇനി നമുക്ക് കൊരിന്ത്യ സഭയെ കുറിച്ചും കൂടെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. എന്താണ് ഈ കൊരിന്ത്യ സഭയിലെ 2 കൊരിന്ത്യർ അതിന്റെ 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യം കൊണ്ട് വായിച്ചാൽ പ്രൈസ്. അത് സുഞ്ജു വായിച്ചാൽ പ്രൈസ്. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അക്കായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് മക്കതോന്യരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഏഴ് പേർക്കും ഉത്സാഹ കാരണമായി തീർന്നിരിക്കുന്നു. നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത്. അല്ലെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് നമുക്കിതെല്ലാം കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ചുരുക്കം കൊണ്ട് ഞാൻ ഈ ഒരു വാക്യം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് മറ്റൊന്നും കൊണ്ട് മാത്രമല്ല, ഇത് യെരുശലേം സഭ മാത്രമല്ല, മക്കതോന്യ സഭ മാത്രമല്ല, പിന്നെ കൊരിന്ത്യ സഭയിലും ഇതേ അനുഗ്രഹം നിങ്ങൾ മുമ്പോട്ട് വായിക്കുമ്പോൾ അവിടെ ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പല കാര്യങ്ങൾ കൊരിന്ത്യ സഭകളെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കൊരിന്ത്യ സഭയിൽ പിന്നെ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. നമുക്ക് അന്ത്യോക്യ സഭയിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ള വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ വേദഭാഗങ്ങളെടുത്ത് വായിച്ച് നിങ്ങൾ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ബെൻസി സിസ്റ്റർ വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 11-28. പട്ടിണി,
ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്കു ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11:22 അതെ. അതെ, ഓക്കെ, ഞാൻ നോക്കട്ടെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരിൽ അഗബോസ് എന്ന പേരുള്ളവൻ എഴുന്നേറ്റു ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. Then the disciples, each according to his ability, determined to send relief to the brethren dwelling in Judea. This they also did and sent to the elders by the hands of Barnabas. യഹൂദിയയിലെ ദൈവസഭ എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ ദൈവസഭയിലെ ഒരു ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ആഗബോസ് പ്രവചനത്തിലൂടെ പറഞ്ഞ് അത് വന്നപ്പോൾ എന്തുണ്ടായി? അന്ത്യോക്യ സഭയിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, അതാണ് 27-ാം വാക്യത്തിൽ, in the days prophets came from Jerusalem to Antioch. Then one of them named Agabus stood up and showed by the Spirit that there was going to be a great famine throughout all the world, which also happened in the days of Claudius Caesar. Then the disciples, അങ്ങനെ അഗബോസ് പറഞ്ഞ ആ പ്രവചനപ്രകാരം യെരുശലേം സഭയിലെ ഒരു ദാരിദ്ര്യം ഉണ്ടായപ്പോൾ, ഫാമിൻ ഉണ്ടായപ്പോൾ, അന്ത്യോക്യ സഭ, then the disciples in Antioch, each according to his ability, അവരുടെ കഴിവിനനുസരിച്ച് അവരൊരു സംഭാവന എടുത്ത് യെരുശലേം സഭയിലേക്ക് അയച്ചു കൊടുത്തു. ഇതിൻ്റെ ചുരുക്കം ഈ അധ്യായത്തിൽ ഈ 4 വിഷയങ്ങൾക്ക്, 4 ഈ കാര്യങ്ങൾക്കുള്ള ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അറിവിന് വേണ്ടി സംസാരിച്ചത്, ആദ്യ നൂറ്റാണ്ടിലെ പുതിയ നിയമസഭ മറ്റുള്ളവരുടെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കൊടുക്കാൻ വളരെയധികം സന്തോഷമുള്ളവരായിരുന്നു, പ്രൈസ് ദി ലോർഡ്, എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചത്. അത് യെരുശലേം സഭയിൽ എങ്ങനായിരുന്നു, പ്രത്യേകിച്ച് ബർന്നബാസ് എങ്ങനായിരുന്നു, നമ്മൾ യെരുശലേം സഭയെക്കുറിച്ച് കേട്ടു. അതിനുശേഷമായിട്ട് മക്കദോനിയ സഭയിൽ എങ്ങനായിരുന്നു, അതിനുശേഷമായിട്ട് അന്ത്യോക്യ സഭ എങ്ങനായിരുന്നു, അതിനുശേഷമായിട്ട് കൊരിന്തിയ സഭ എങ്ങനായിരുന്നു, അന്ത്യോക്യ സഭ എങ്ങനായിരുന്നു എന്ന് വിഷയങ്ങൾ കൂടി നമ്മൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു വിഷയമാണ്, ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ മേൽ ഒരു വലിയ കൃപയുണ്ടായിരുന്നു, കൊടുക്കുവാനുള്ള ഒരു കൃപ. അവർ വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവവചനത്തിലൊക്കെയും വളരെയധികം മുമ്പിട്ട് നിന്നതുപോലെ തന്നെ ഈ കൃപയിലും, കൊടുക്കുന്ന കൃപയിലും അവർ വളരെയധികം മുമ്പിട്ടിരുന്നു എന്ന് ഇന്ന് രാത്രി ഈ വാക്യങ്ങൾ കൂടി നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങൾ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. God loves a cheerful giver. പ്രൈസ് ഗാഡ്. അതാണ് അടുത്ത വിഷയം. അവിടെ നമ്മൾ വായിച്ചു അവരെങ്ങനെയാണ് കൊടുത്തത്? സന്തോഷത്തോടെ സ്വമേധയായിട്ട് കൊടുത്തതെന്നാണ്. മക്കദോനിയ സഭയുടെ കഷ്ടയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും മഹാദാരിദ്ര്യത്തിൻ്റെ നടുവിലും അവർ കൊടുത്തപ്പോൾ അവർ സ്വമേധയായിട്ട് സന്തോഷത്തോടെ കൊടുത്തു. നമ്മൾ വായിച്ചു. ഇവിടെ ദൈവത്തിന് വചനം എഴുതിയിരിക്കുന്നത് God loves a cheerful giver. പ്രൈസ്. 2 കൊരിന്ത്യരുടെ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. പ്രൈസ് ലോർഡ്. മേഴ്സി സിസ്റ്റർ വായിച്ചാൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുതേ, നിർബന്ധത്താലും അരുതേ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ
ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകുന്നു. ആ ഈ മതി, സഹായം തൽക്കാലം അവിടെ നിർത്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് ചില കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സന്തോഷത്തോടെ ഗാഡ് ലവ്സ് എ ചിയർഫുൾ ഗീവർ. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് വായിച്ചപ്പോൾ ഇവിടെ കൊയ്ത്തിൻ്റെയും ഫലശേഖരണത്തിൻ്റെയും കാര്യങ്ങൾ അപ്പോസ്തലൻ ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഇത് കൊടുക്കുമ്പോൾ അതിനകത്ത് സാധിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ആറാം വാക്യത്തിൽ, ബട്ട് ദിസ് ഐ സേ, ഹി ഹു സോസ് സ്പാരിംഗ്ലി വിൽ ഓൾസോ റീപ് സ്പാരിംഗ്ലി, and he who sows bountifully will also be reap bountifully. കൊയ്ത്തിൻ്റെയും ഫലശേഖരത്തിന് കൊടുക്കുന്ന കാര്യത്തിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊയ്ത്തിനും ഫലശേഖരത്തിൻ്റെയും കൂടെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ചെറിയ രീതിയിൽ വിതയ്ക്കുന്നവൻ ചെറിയ രീതിയിൽ കൊയ്യും, വളരെയധികം വിതയ്ക്കുന്നവൻ വളരെയധികം കൊയ്യും. പ്രൈസ് ദി ലോർഡ്. അതേ അനുഭവമാണ് അപ്പോസ്തലൻ ഇവിടെ കാണിക്കുന്നത്. ചെറുതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു വിധയായിട്ടാണ് ഇവിടെ അപ്പോസ്തലൻ കാണിക്കുന്നത്. ഗിവിങ് ഈസ് സോയിങ്. പ്രൈസ് ദി ലോർഡ്. സോ ഇഫ് യു സോ സ്പാരിംഗ്ലി or if you give sparingly, you will harvest sparingly. If you give abundantly, if you sow abundantly, you reap abundantly. Praise the Lord. ഇനിയും അതിൻ്റെ 7ാം വാക്യത്തിൽ, so let each one give as he purpose in his heart, not grudgingly or of necessity, for God loves a cheerful giver. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തീരുമാനിച്ചതുപോലെ, ഹല്ലേലൂയ, ദൈവ ഈ കൃപയാൽ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ദുഃഖത്തോടോ പ്രയാസത്തോടോ മനപ്രയാസത്തോടെയോ ഗ്രഡ്ജിങ് ആയിട്ട് കൊടുക്കുകയല്ല, പിന്നെയോ സന്തോഷത്തോടെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും, ദൈവം സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ എഴുതിയിരിക്കും, ഇവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും അടുത്ത വാക്യം എനിക്ക് കാണിക്കാനുള്ളത്, and God is able to make all grace abound toward you, that you always having all sufficiency in all things. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാക്യമാണ് ഇവിടെ, വേദവാക്യമാണ് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ഒന്ന് വായിച്ച 8ാം വാക്യം ഒന്ന് വായിച്ചത്, നിർത്തി വായിച്ചത്. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. എത്ര പ്രാവശ്യം ആ ഒരു വാക്യത്തിൽ നിന്ന് സകല എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടു? 3 പ്രാവശ്യം കേട്ടു. പ്രൈസ് ദി ലോർഡ്. And God is able to make all grace abound toward you. സകല കൃപയും നിങ്ങളുടെ മേൽ വർദ്ധിക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. That you always having all sufficiency. എപ്പോഴും എത്രയും അധികം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇൻ ഓൾ തിങ്സ്. ഇത് ഇംഗ്ലീഷിൽ വായിച്ചാൽ എൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊടുക്കുവാൻ എത്രയും അധികമായിട്ട് നമ്മൾ കാണേണ്ടതിന് എത്രയും വലിയ ദൈവകൃപ ദൈവം നമ്മുടെ മേൽ സമൃദ്ധിയായിട്ട് പകരുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എനിക്ക് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്, ഈ കൊടുക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് എ ഗ്രേസ്. ഇറ്റ് ഈസ് എ ഗ്രേസ്. ഇറ്റ് ഈസ് ഗ്രേസ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇൻ ഓൾ തിങ്സ് മേ ഹാവ് an abundance ഫോർ എവറി ഗുഡ് വർക്ക്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ചെയ്യാൻ ആവശ്യമായിരിക്കത്തക്കവണ്ണം സമൃദ്ധിയായിട്ട് കൊടുക്കുവാൻ, സമൃദ്ധിയായിട്ട് നിങ്ങളിൽ ഉണ്ടായിരിക്കും. ആ സമൃദ്ധി അതിൻ്റെ കാരണം സമൃദ്ധിയായ ദൈവകൃപയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് സങ്കീർത്തനം 112 എന്നുള്ള ഒരു കൊട്ടേഷൻ അവിടെ പറയുന്നത്, ഹി ഹാസ് ഡിസ്പേഴ്സ്ഡ് അബ്രോഡ്, ഹി ഹാസ് ഗിവൺ ടു ദ പുവർ, ഹിസ് റൈച്വസ്നെസ് എൻഡ്യൂർസ് ഫോർ എവർ. ഈ കൊടുക്കുന്ന കാര്യം എല്ലാം പറഞ്ഞിട്ട് ഇത് കൃപയാണെന്ന് പറഞ്ഞു. വേറൊരു കാര്യം അപ്പോസ്തലൻ ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഹി കണക്ട്സ് ദാറ്റ് വിത്ത് റൈച്വസ്നെസ്. അതിന് മലയാളം ഒന്ന് വായിച്ചാൽ സിസ്റ്റർ, 9ാം വാക്യം ഒന്ന് വായിച്ചാൽ മലയാളം. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഈ കൊടുക്കുന്നതിന്റെ ഒരു ഭാഗത്തൂടെ
അപ്പോസ്തലൻ പറയുകയാണ് അവന്റെ നീതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ കൊടുക്കുന്നത് ഒരു നീതിയായിട്ട് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം ഇവിടെ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് നിർത്തി വായിച്ചാൽ. പ്രൈസ് ഗോഡ്. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും. ഒരു നിമിഷം. അപ്പൊ ഇതിവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയാണ്. വിതയ്ക്കുന്ന വിത്ത് ആരാണ് കൊടുക്കുന്നത്? അതാ ഇരിക്കുന്നത്. നൗ മേ ഹി ഹു സപ്ലൈസ് സീഡ് ടു ദ സോവർ, ഹു ഈസ് ഹി? അത് ദൈവമാണ്. ഇത് വിതയ്ക്കുന്നവന് വിത്ത് കൊടുക്കുന്നത് ദൈവമാണ് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓർത്തോണം. അപ്പോൾ വിതയ്ക്കാൻ വേണ്ടി നമുക്ക് വിത്ത് തരുന്നത് കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വിതയ്ക്കാനുള്ള വിത്തില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ വിത്ത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം, ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ആ വിത്ത് ദൈവമാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം. പലർക്കും സംഭവിക്കുന്നത് വിതയ്ക്കാൻ കിട്ടുന്ന വിത്ത് അതങ്ങ് കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. ഹി ഹു സപ്ലൈസ് സീഡ് ടു ദ സോവർ ആൻഡ് ബ്രെഡ് ഫോർ ഫുഡ്. ഹല്ലേലൂയ. കഴിക്കാനുള്ള ആഹാരവും ദൈവമാണ് കൊടുക്കുന്നത്. അപ്പം വിതയ്ക്കാനുള്ള വിത്ത് എടുത്ത് കഴിക്കരുത്. The God who gives seed to the sower and food to the eater. God gives food to the eater. കഴിക്കേണ്ടുന്നവന് ആഹാരം കൊടുക്കുന്നതും ദൈവമാണ്, വിത്തും കൊടുക്കുന്നത് ദൈവമാണ്. ഇവിടെ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിടെ എഴുതിയിരിക്കുന്നത് വിത്ത് എടുത്ത് കഴിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധിയുടെ അനുഭവം ഇല്ലാത്തതിൻ്റെയും ദൈവവേലയ്ക്ക് വേണ്ടി സമൃദ്ധിയായിട്ട് കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെതുമായ ഒരു വിഷയമാണ് ആ വിത്ത് എന്നുള്ളത്. നമ്മൾ ഓർത്തോണം. വിതയ്ക്കുന്ന വിത്ത് അത് നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ആഹാരവും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഗാഡ് ഈസ് ദ സോഴ്സ്. ഗാഡ് വിൽ ഗിവ് യു ദാറ്റ്. എന്നിട്ട് 11ാം വാക്യത്തിൽ പറയാണ്, വൈൽ യു ആർ എൻറിച്ച്ഡ് ഇൻ എവറിത്തിങ്. അത് പറഞ്ഞിട്ട് 10ാം വാക്യത്തിൽ മൾട്ടിപ്ലൈ സീഡ് യു ഹാവ് സോൺ ആൻഡ് ഇൻക്രീസ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ റൈച്വസ്നെസ്. അല്ലെങ്കിൽ നിങ്ങളുടെ നീതിയുടെ കൊയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കൊടുത്ത് ദൈവകൃപയ്ക്ക് വേണ്ടി കൊടുക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ഔദാര്യമായിട്ട് കൊടുക്കുകയും സമാധാനമായിട്ട് കൊടുക്കുകയും കഴിവിനും അപ്പുറമായിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ നീതിയുടെ കൊയ്ത്തും അതുപോലെ തന്നെ ആയിത്തീരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും വായിക്കാം. While you are enriched in everything for all liberality, which causes thanksgiving through us to God. ഇതിന്റെ എല്ലാം അവസാനമായിട്ട് ദൈവത്തിന്റെ പൈതലെ ദൈവത്തെ കാണിക്കുന്നത് കൊടുക്കുകയും കിട്ടുകയും എന്നുള്ള ആ വിഷയം മാത്രമല്ല, അത് എത്രമാത്രം നീതി അത് കാരണമായി തീരുന്നതെന്ന് പറയുന്നവർ തന്നെ ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് ദൈവത്തിന് ഒരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട്, ഹല്ലേലൂയ, ഒരു ദൈവത്തിനോടുള്ള ഒരു സന്തോഷം, ദൈവത്തെ നന്ദിയോടെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവത്തിലേക്ക് ഇവിടെ കാണിക്കുകയാണ്. പ്രൈസ് ദാറ്റ് ഇറ്റ് abounds for thanksgiving to God. കൊടുക്കുന്ന ആ വ്യക്തിയിൽ, കർത്താവേ നിനക്ക് ഇന്നാളിൽ കൂടി ഇന്നതുപോലെ ചെയ്ത വലിയ അനുഗ്രഹത്തിനാണ് കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ ആളിനെ കുറിച്ചല്ല, ഈ കൃപ ലഭിച്ചത് കൊണ്ട് ദൈവത്തിന് അതൊരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് മാറുമെന്ന് അപ്പോസ്തലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് മാത്രമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകും. പ്രൈസ് ദി ലോർഡ്. God loves a cheerful giver. സന്തോഷത്തോടെ കൊടുക്കുന്നവന്റെ അനുഭവത്തെ കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാണ്. അതിന്റെ അവസാനമായിട്ട് കാണിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് മാത്രമല്ല, പിന്നെയോ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാനും കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 10ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൊർന്നേലിയോസ് എന്ന് പറയുന്ന ആ പുറജാതിക്കാരൻ, അവൻ യഹൂദന്മാരെ പോലെ തന്നെ പുറജാതിക്കാരനായിരുന്നെങ്കിലും യഹൂദന്റെ ദൈവത്തെ, നമ്മുടെ ദൈവത്തെ വിളിച്ചവനാണ്, സ്നേഹിച്ചവനാണ് അവൻ. അതുകൊണ്ട് ഒരു ദിവസം ദൈവം തന്റെ ദൂതനെ അയച്ചുകൊണ്ട് പറഞ്ഞു,
Cornelius, your prayers and your alms have become a memorial in the presence of God. നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനവും എൻ്റെ സന്നിധിയിലെ അത് ഒരു മെമ്മോറിയലായിട്ട് ആയിത്തീർന്നിരിക്കുന്നു. ആകയാൽ നീ പത്രോസിനെ വിളിച്ചു വരുത്തുക, അവൻ രക്ഷിക്കപ്പെടാനുള്ള മാർഗം നിന്നോട് പറയും. അപ്പം കൊർന്നല്യോസിനെ കുറിച്ച് ദൈവസന്നിധിയിൽ ഒരു മെമ്മോറിയൽ ആയത്, കൊർന്നല്യോസിന്റെ ദാനം ഒരു മെമ്മോറിയൽ ആയി തീർന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാക്യമാണ്. ഈ കൊർന്നല്യോസ് അനേകരുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുവാൻ വേണ്ടി കൊടുത്ത ആ ദാനം അനേകരെ ദൈവത്തിന് ഒരു സ്തോത്രം വരുവാൻ കാരണമാക്കി തീർത്തത് കൊണ്ട് അവന്റെ ദാനം ദൈവസന്നിധിയിൽ ഒരു മെമ്മോറിയൽ ആയിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ സംബന്ധിച്ച് ചുരുക്കം പറഞ്ഞ് അപ്പോസ്തലൻ ഈ കൊടുക്കുന്ന കാര്യത്തിന്റെ കൃപകളെ കുറിച്ചും അതിൻ്റെതായ പ്രയോജനങ്ങളെ കുറിച്ചും അതിനെന്തുമാത്രമായ ഇതെല്ലാം കാണിച്ചിട്ട് അതിൻ്റെ എല്ലാം അവസാനം അദ്ദേഹം കൊണ്ടുവരുന്ന എന്താണ്? ഇത് എല്ലാം ദൈവത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 14-15 വാക്യങ്ങള് സുജു വായിച്ചാൽ 14-15 വാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ വാഞ്ചിച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് സംസാരിച്ച് പ്രൈസ് ദി ലോർഡ് മഖദോനിയ സഭയുടെ എക്സാമ്പിൾ എല്ലാം കാണിച്ച് ഈ കൊരിന്ത്യ സഭയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ ധനശേഖരണത്തിന് ഈ കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി യഹൂദയുള്ള അവരെ സഹായിക്കുന്നതിന് വേണ്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലന്റെ മനസ്സിൽ വലിയൊരു റെവലേഷൻ ഉണ്ടായി, വലിയൊരു വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാടാണ് ഈ 15-ാം അധ്യായത്തിൽ താങ്ക്സ് ബി ടു ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. പറഞ്ഞു തീരാത്ത എന്താണ് മലയാളം ഒന്ന് വായിച്ചാട് സിസ്റ്റർ സുജു, മലയാളം വായിച്ചാട്. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം നിങ്ങളെ കാണാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം, ദ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്. അതെന്താണെന്നറിയാമോ? ഈ കൊടുക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ ദൈവം ഒരു വലിയ വെളിപ്പാട് കൊടുത്തു. പറഞ്ഞു തീരാത്ത ദാനം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിവരിക്കാൻ വയ്യാത്ത ഒരു ദാനം. അതായത് ദാനമാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നത്. God so loved the world, he gave his only begotten son. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് കൊടുത്തു എന്ന് പറയുന്ന ആ മഹത്തായ ദാനം. പ്രൈസ് ദി ലോർഡ്. അതികവിഞ്ഞ ഒരു ദാനമില്ല. നമ്മുടെ മഖദോനിയ സഭയുടെ അവരുടെ കഷ്ടതയുടെ മധ്യത്തില്, മഹാദാരിദ്ര്യത്തിന്റെ മധ്യത്തില് അവർക്ക് കൊടുക്കുന്നതിന് അവരുടെ കഴിവനുസരിച്ചും അതിനപ്പുറമായിട്ടും എല്ലാം അതിൻ്റെ കൊടുക്കുന്നതിനെ കുറിച്ച് മഹത്തായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കൂടെ നീതിയുടെ കൊയ്ത്തിനെ കുറിച്ചും ഇതെല്ലാം പറഞ്ഞ ശേഷം അപ്പോസ്തലൻ പറയുകയാണ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവം നമുക്ക് തന്ന ദാനം പോലെ, ദൈവം നമുക്ക് തന്ന യേശു ക്രിസ്തുവാകുന്ന ദാനം പോലെ വേറൊരു ദാനവുമില്ല, അതിനേക്കാൾ കഴിയുന്ന വേറൊരു ദാനവുമില്ല എന്ന് താൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. വിവരിപ്പാൻ വയ്യാത്ത ഈ മഹത്തായ ദാനം. താങ്ക്സ് ബി ടു ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്സ്. ഹല്ലേലൂയ. ഈ വലിയ ദാനം ഓർത്ത് നമുക്കും കർത്താവിനും എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഹല്ലേലൂയ. നമുക്ക് അനേക ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അനേക നന്മകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ദൈവം നമുക്ക് തന്ന നന്മയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ലോകത്ത് അനേക കാര്യങ്ങൾ ലഭ്യമാകും. വീടുകളും കൂടുകളും നാടുകളും സമ്പത്തുകളും ഒക്കെ ലഭിച്ചാലും ഹല്ലേലൂയ
ആർക്കും തരാൻ വയ്യാത്ത ഒരു വലിയ ദാനമാണ് നിത്യജീവൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവൻ. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ വലിയ ദാനത്തിനായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വലിയ ദാനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ കർത്താവേ, യേശു എന്ന ദാനം നിത്യജീവൻ. ഹല്ലേലൂയ, ഒരിക്കലും മരിച്ചു പോകാതെ മരിച്ചാലും ജീവിക്കുന്ന ദാനം. ഹല്ലേലൂയ, ആ കർത്താവിനോട് യുഗങ്ങൾ വാഴുന്ന ദാനം. ഹല്ലേലൂയ, യേശു എന്ന ദാനം. നമ്മുടെ സമയം ഓൾമോസ്റ്റ് നമുക്ക് 8 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഒന്നിന്റെ ഭാഗങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യരെ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യോട് നമുക്ക് ബിൻസി വായിച്ച 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മക്കതോനിയ സഭയുടെ മഹാദാരിദ്ര്യത്തിന്റെ മധ്യത്തിലെ ത്യാഗത്തോടെ അവർ കൊടുത്ത ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഈ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ 9-ാം വാക്യത്തിലേക്ക് 8-ാം അധ്യായം 2 കൊരിന്ത്യർ 8:9 വരുമ്പോൾ അപ്പോസ്തലൻ അവരുടെ കാര്യം ഇവിടെ കാണിക്കുകയാണ്. ഫോർ യു നോ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ദൈവകൃപ നിങ്ങൾക്കറിയാമല്ലോ. That though he was rich, അവൻ സമ്പന്നനായിരുന്നിട്ടും yet for your sake he became poor. ഹല്ലേലൂയ. അവൻ മഹാസമ്പന്നനായിരുന്നിട്ടും നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. That you through his poverty might become rich. അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് ഹല്ലേലൂയ അവനിൽ കൂടി ഉണ്ടായിരുന്ന ദൈവകൃപ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം ഇതായിരുന്നു, ഗിവിങ് ഈസ് എ ഗ്രേസ്. അതാണ് ഇവിടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത്. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഗ്രേസ് എന്താണ്? താൻ ദൈവമായിട്ടിരിക്കുമ്പോൾ ദൈവത്തോടുള്ള ആ സാമീപ്യം മുറുകെ പിടിക്കാതെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വന്നൊരു ദാസനെ പോലെ ആയിത്തീർന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവന്റെ സകല സമ്പത്തും വിട്ട്, അവന്റെ സകല വിധമായ all the power and possession അതെല്ലാം വിട്ടിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് താൻ തന്നെ പറഞ്ഞു. ഹല്ലേലൂയ, the birds have nest, the foxes have holes, but the Son of Man does not have a place even to lay his hand. ഹല്ലേലൂയ. ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ തനിക്ക് കിടക്കുവാനൊരു സ്ഥലമില്ലായിരുന്നു. അത്രമാത്രം തന്നെ താഴ്ത്തി ഒരു ദരിദ്രനെ പോലെ, ഒരു സേവകനെ പോലെ ഈ ലോകത്തിൽ വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞാനും നീയും ഹല്ലേലൂയ നമ്മളുടെ ആത്മീയത്തിൽ നമ്മൾ ദരിദ്രരായിരുന്നപ്പോൾ നമ്മെ ആത്മീയമായി സാമ്പത്തിലേക്ക് ആത്മീയമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഇതാ ഈ ലോകത്തിൽ ദരിദ്രനായിട്ട് ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്ഡ് ഈസ് ദ പൂർ, ഹി വിൽ ബി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. അവൻ സമ്പന്നനായിട്ട് തീരുമെന്ന് നമ്മൾ വായിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രം, ആ ദാരിദ്ര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ സാമ്പത്തികമായ ദാരിദ്ര്യത്തെ കുറിച്ചല്ല. ആത്മീയമായ ദാരിദ്ര്യം. നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം നോക്കിയാൽ പാപികൾക്കൊന്നുമില്ല. അവർ മരിക്കുന്നതിന് വേണ്ടി, അവരെ നരകത്തിൽ പോകുന്നതിന് വേണ്ടി യാതൊരു വിധമായ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഇല്ലാതെ നിത്യതയിൽ ദുഃഖത്തോടെ ഒരു ദരിദ്രനെ പോലെ ജീവിക്കുന്ന ആ അനുഭവത്തെയാണ് കാണിച്ചുകൊണ്ട് പറയുകയാണ്. അതിനെ മാറ്റാൻ വേണ്ടി സമ്പന്നനായിരുന്ന യേശു സ്വർഗാദി സ്വർഗങ്ങളിൽ ദൂതന്മാരാൽ സ്തുതിക്കപ്പെട്ട് അതിനെ വാഴ്ത്തപ്പെട്ട് ഇരുന്ന യേശു, ദൈവമായിരുന്ന യേശു ഒരു ദരിദ്രനായി ഹല്ലേലൂയ ഒരു പാപത്തെ വഹിച്ചുകൊണ്ട് പാപിയെപ്പോലെ അവൻ ക്രൂശന്മേൽ മരിച്ച് പാപിയായിരുന്ന നിന്നെ ക്രിസ്തുയേശുവിൽ സമ്പന്നനാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വലിയ ആ കൃപ, അത് എന്താണെന്നാ പറയുന്നത്?
you know the grace of our Lord Jesus Christ. കർത്താവിനുണ്ടായിരുന്ന ആ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ഗാഡ്. ഇനി ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ഈ ഭാഗം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടും. നമുക്ക് 4 മിനിറ്റും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് 1 കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്നാൽ ഇന്ന് ഈ സമയം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. A man who sows whatever he sows, he shall reap. Hallelujah. The book of Galatians chapter 6 verse 4 through 10 വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ 4 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ആര് എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ഗോതമ്പിന്റെ മണിയിട്ടാൽ ഗോതമ്പാണ് വളർന്ന് ഗോതമ്പ് കൊയ്യും. വെണ്ടയ്ക്കയുടെ അരിയിട്ടാൽ വെണ്ടയ്ക്ക ഉണ്ടായി വെണ്ടയ്ക്ക കൊയ്യും. പ്രൈസ് ദി ലോർഡ്. മാങ്ങയുടെ അരിയിട്ടാൽ മാങ്ങ കൊയ്യും എന്ന് പറയുന്ന പോലെ ഇത് വിതയ്ക്കുന്നതിൻ്റെയും കൊയ്ത്തിൻ്റെയും ഒരു അനുഭവമാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു വിഷയം ഞാൻ നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ പണം വിതയ്ക്കുക. കയ്പ് വിതയ്ക്കുന്നവൻ കയ്പ് കൊയ്യും. കലഹം വിതയ്ക്കുന്നവൻ കലഹം കൊയ്യും. സ്നേഹം വിതയ്ക്കുന്നവൻ സ്നേഹം കൊയ്യും. ക്ഷമ വിതയ്ക്കുന്നവൻ ക്ഷമ കൊയ്യും. ദയ വിതയ്ക്കുന്നവൻ ദയ കൊയ്യും. ഹല്ലേലൂയ. Whatever a man sows, he shall reap the same thing. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ വലിയൊരു സ്നേഹത്തിന്റെ ഒരു കൊയ്ത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്നേഹം വിതയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ക്ഷമ നമ്മുടെ ജീവിതത്തിൽ അനേകമായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമ നമ്മൾ വിതയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ എന്നെ അവസാനിപ്പിക്കട്ടെ. ഗിവിംഗ് ഈസ് എ ഗ്രേസ്. Forgiveness is a grace. മറ്റുള്ളവർ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ദൈവ കൃപയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മൾ കേട്ടല്ലോ, നമ്മള് കൊരിന്ത്യ ലേഖനം അവരുടെ കുറിച്ച് വായിച്ചപ്പോൾ കേട്ടല്ലോ, നിങ്ങളിൽ ഈ കൃപയെല്ലാം വർദ്ധിച്ചു വരുന്ന കൃപ, സ്നേഹം, വചനം ഇതെല്ലാം പറഞ്ഞ പോലെ. അതുപോലെ നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഷോ joy, show happiness. Praise the Lord. അങ്ങനെ that is a grace. Whatever you like to reap, start sowing. നമ്മൾ കൊയ്യുന്നത് എന്താണ്? നമ്മൾ കൊയ്ത്തിന് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളാണ് നമ്മൾ കൊയ്യാൻ താല്പര്യമായിരിക്കുന്നത്? that you started sow. അതുകൊണ്ട് തന്നെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഗിവിംഗ് ഈസ് എ ഗ്രേസ്. അത് ഏറ്റവും അധികമായിട്ട് കണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ആദ്യ നൂറ്റാണ്ടിലെ സഭകളായിരിക്കുന്ന യെരൂശലേം സഭ, മക്കദോനിയ സഭ, കൊരിന്ത് സഭ, അന്ത്യോക്യ സഭകളിലെല്ലാം അനേക കൃപകൾ വ്യാപരിച്ചുകൊണ്ടിരുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, വചനം, വിശ്വാസം, ഇതെല്ലാം കൃപകൾ ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ അവരിൽ ഉണ്ടായിരുന്ന ഒരു ദൈവകൃപയാണ് കൊടുക്കുക എന്നുള്ള ദൈവകൃപ. ആ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ ദൈവകൃപ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഉണ്ടായിരുന്നത്. താൻ ഒന്നുമില്ലാതെ, താൻ ഏറ്റവും സമ്പന്നനായിരുന്നപ്പോൾ, സമ്പന്നൻ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക സമ്പന്നത്തെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, താൻ എല്ലാവിധത്തിലും സമ്പന്നനായിരുന്നു. അതിൽ സാമ്പത്തികം ഉണ്ടായിരുന്നത്, അതിലും വലിയമായിട്ട് ആത്മീയമായ സമ്പന്നതയെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. നമ്മൾ ആത്മീയമായി ദാരിദ്ര്യമായിരുന്ന സമയത്ത് നമ്മളെ സമ്പന്നനാക്കുവാൻ വേണ്ടി താൻ ഒരു ദരിദ്രനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ കൃപ. The grace of God that was in Christ Jesus. I pray tonight, may the same grace of God be abounding in our life. നമ്മുടെ ജീവിതത്തിലും ഈ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ ദൈവകൃപ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കും. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് ഇന്ന് കേൾപ്പാൻ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരെ കൊടുക്കുവാനും പഠിപ്പിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങൾക്ക് ഒരു അവസരം തരുന്നതാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാക്ക് വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പല അനുഭവങ്ങളും എനിക്ക് കേൾപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാനിച്ച അനേക അനുഭവങ്ങൾ ഞാൻ ഓർത്ത് താനിന്ന് തന്റെ അനുഭവം പറയുമായിരിക്കുമെന്ന്. എന്നാൽ അതൊക്കെ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കേൾപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്.
അതുകൊണ്ട് അവൻ ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ അടുത്ത പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് മാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ ലവ് ആൻറ്റി അവസാനമായിട്ട് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ ആശീർവാദം പറയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് ഏറിയ കാര്യങ്ങൾ പഠിക്കുവാൻ ഇടയായല്ലോ. കർത്താവെ, മക്കദോന്യ സഭയ്ക്കും കൊരിന്ത്യ സഭയ്ക്കും കർത്താവെ ജെറുസലേം സഭയ്ക്കും എല്ലാം ലഭിച്ച ദൈവകൃപ കർത്താവെ ഞങ്ങൾക്കും ഹല്ലേലൂയ നാളുകളിൽ അത് പ്രാപിച്ചെടുത്തുകൊണ്ട് കർത്താവെ ഔദാര്യമായി കൊടുക്കുവാൻ, ദയ കാണിപ്പാൻ, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വിതയ്ക്കുവാൻ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ ആവോളം കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളുടെ വചനത്തിൽ കൂടെ ഞങ്ങളെ അവിടുന്ന് ഹല്ലേലൂയ പ്രേരിപ്പിച്ചല്ലോ. കർത്താവെ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നതും കൊടുക്കുന്നതിനുമെല്ലാം കർത്താവ് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ഈ ഭൂമിയിൽ തന്നെ ഞങ്ങൾക്കത് ലഭിക്കുമല്ല കർത്താവെ. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസന് കർത്താവെ ഡോക്ടർ സാക്വഗി സാറിനെ ദൈവമഹാരൻ ഞങ്ങളെ പഠിപ്പിക്കുവാൻ തക്കോണം ആത്മാവിന്റെ നിറവിൽ അവിടുന്ന് നിർത്തിയതിനായി സ്തോത്രം. കർത്താവെ പാസ്റ്റർ ലാലു ജേക്കബിനായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഷാജി കെ ഡാനിയലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ ഞങ്ങൾക്ക് പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ സ്റ്റുഡൻസിനായും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബൈബിൾ കോളേജ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഓരോ ദിവസവും പോകുവാൻ കൊണ്ട് ദൈവം ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനുഗ്രഹീതമായ വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക്ക് വർഗീസിനുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. നിങ്ങൾ പ്രാരംഭമായി കേട്ടതുപോലെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബിന്റെ ഓർഡിനേഷൻ ശനിയാഴ്ച ഡാളസിൽ വെച്ച് വളരെ മനോഹരമായി നടക്കുവാൻ കർത്താവ് ഇടയാക്കി. ഡോക്ടർ സാക്ക് വർഗീസും കുടുംബവും ഭാര്യയും ആ സന്ദർഭത്തിൽ കടന്നു വന്നത് വളരെ അനുഗ്രഹത്തിന് കാരണമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസൻസ് വളരെ അനുഗ്രഹമായിരുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹകരണത്തിനും നന്ദി പറയുന്നു. നിങ്ങൾ പലരും ഇത് കേട്ടിരുന്നുവല്ലോ. അത് മ്യൂട്ട് ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും മ്യൂട്ട് ചെയ്തു? ഞാൻ പറഞ്ഞ കേൾക്കാമോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സഹകരണത്തിന് നന്ദി. നമ്മുടെ ബൈബിൾ കോളേജിലെ മിക്കവാറും ലീഡർഷിപ്പ് ഉള്ള മിക്കവാറും എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായ രീതിയിൽ കർത്താവ് ചെയ്തു തന്നോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അദ്ദേഹം ഡാളസിൽ ഫ്യൂ ഡേയ്സ് കൂടി ഉണ്ടാകും. തന്റെ യാത്രയും തന്നൂടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപയിലായിരിക്കാൻ പ്രാർത്ഥിക്കുകയും വളരെ ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷൻ ദൈവം അനുവദിച്ചാൽ ഏപ്രിലേക്ക് നടത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇപ്പോഴേ അഡ്വാൻസായി നിങ്ങൾക്ക് നോട്ടീസ് തരികയാണ്. ആ സമയവും പ്ലേസ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും. പെട്ടെന്ന് അത് ഞങ്ങൾ അനൗൺസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ കടന്നു വന്ന് ഗ്രാജുവേഷൻ പങ്കെടുത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ റിസീവ് ചെയ്യുവാനുള്ള അവസരം കർത്താവ് ഒരുക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന വിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും കടന്നു വന്ന എല്ലാ ദൈവമക്കളോട് കൂടെയും ഇന്നു മുതലേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിന്റെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് കുറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഒന്നുകൂടി ഉത്സാഹിപ്പിക്കണം. എല്ലാവരും ജോയിൻ ചെയ്യണം. ആരും തണുത്തു പോകരുത്. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ ജോയിൻ ചെയ്യണം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു.